ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. നമുക്ക് ആരംഭിക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോऽഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ
सोऽलङ्कृषीष्ट भगवान् भजांसि मे सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि वातालयेशमनिशं हृदि भावयामि. ओम नमो भगवते वासुदेवाय. ओम नमो नारायणाय. ओम श्री गुरुवायूरप्पा शरणं. ओम नमः परमऋषिभ्यो नमः. परमऋषिभ्यः श्री गुरुभ्यो नमः. हरि ओम. नारायण. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഇന്ന് തൃശ്ശൂർ പൂരം. എല്ലാവർക്കും തൃശ്ശൂർ പൂരം ആശംസകൾ. തൃശ്ശൂരിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും. തൃശ്ശൂരിലെ നഗരപരിധിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇന്ന് വടക്കുംനാഥനെ കാണാനായിക്കൊണ്ടുള്ള എഴുന്നള്ളത്താണ് തൃശ്ശൂർ പൂരം. പറമേക്കാവിലമ്മ, തിരുവമ്പാടിയിലെ അമ്മ, അതുപോലെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ധർമ്മശാസ്താവും ദേവിമാരെല്ലാം ഒന്നിച്ച് എഴുന്നള്ളുന്നു. എല്ലാം ഇപ്പോൾ നമുക്ക് ടി വി മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. കാണുന്നവർ കണ്ടോട്ടെ, നേരിൽ പോയി കാണുന്നവർ നേരിൽ പോയി കാണട്ടെ. നമുക്കിന്നൊന്ന് ഒരു ബ്രേക്ക് എടുക്കാം. എന്ത് ബ്രേക്ക്? ഇതുവരെ ക്ലാസ് ഇല്ലാതിരുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക്. കഴിഞ്ഞ വിഷുവിൻ്റെ തലേന്നാണ് നമ്മൾ അവസാനത്തെ ക്ലാസ് എടുത്തത്. ഏപ്രിൽ 13 മറ്റേ. അത് കഴിഞ്ഞ് 23 ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മൾ പ്രവാസത്തിലായിരുന്നു. മൈസൂർ എടത്തോറെ യോഗാനന്ദേശ്വര സരസ്വതി പീഠം മഠാധിപതിയായിട്ടുള്ള സംപൂജ്യ ശ്രീ ശ്രീ ശങ്കരഭാരതി മഹാസ്വാമികളോടുകൂടെ ആദിശങ്കര ഭഗവാന്റെ ചരിത്ര അന്വേഷണ യാത്രയായിരുന്നു. ആദിശങ്കര ഭഗവത്പാദര് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ പോയി അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ സ്വാമിജി ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൂർ പയ്യന്നൂർ മുതൽക്കാണ് കോട്ടയം വരെയുള്ള യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് അവിടെ വേറെ ആളുകളുള്ളതുകൊണ്ട് ഞാൻ കാലടിയിൽ ശങ്കര ജയന്തി ആഘോഷങ്ങളുമായിട്ട് കൂടി. സ്വാമിജി 3-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ചെന്നു. ഇന്ന് ഉച്ചവരെ കന്യാകുമാരിയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് തിരുനെൽവേലിക്ക് യാത്രയാവും.
അവിടെ 2-3 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് മധുരയിൽ നിന്ന് പിന്നീട് ചിദംബരത്തിൽ നിന്ന് കാഞ്ചീപുരം, കാഞ്ചീപുരത്തിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം തിരിച്ചു പോകും. പിന്നീട് വീണ്ടും യാത്ര പുനരാരംഭിക്കും. അങ്ങനെ ഭാരതം മുഴുവനുള്ള യാത്രയാണ്. അപ്പം അതിൽ കേരളത്തിൽ സ്വാമിജിയുടെ കൂടെ സഹവാസം ചെയ്യാൻ, സത്സംഗം ചെയ്യാൻ, ഇതുപോലെ അനേക ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട കഥകളും സ്ഥാനങ്ങളും ഒക്കെ കാണാൻ ഒക്കെയുള്ള ഭാഗ്യമുണ്ടായി. സ്വാമിജിയുടെ ഭാഷണം, സംസ്കൃതത്തിലുള്ള ഭാഷണങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കലും അവർ പറയുന്ന കാര്യങ്ങൾ ഓരോ ഭാഗത്തും ചെല്ലുമ്പോൾ സ്വാമിജിക്ക് അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്യലായിരുന്നു നമ്മുടെ മുഖ്യ ധർമ്മം. പിന്നെ എല്ലാ പരിപാടിയും ഓർഗനൈസ് ചെയ്യലും ഗൈഡ് ചെയ്യലും എല്ലാം നമ്മൾ തന്നെയായിരുന്നു. മലയാളിയായിട്ട് ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. രാവിലെ തൊട്ട് രാത്രി 10-11 മണി വരെ എന്നും ബിസിയായിരുന്നു. അപ്പം എന്തായാലും തിരിച്ചെത്തിയപ്പോൾ പാലക്കാട് വന്നപ്പോൾ പാലക്കാടുള്ള തിരക്കുകളാണ്. ഇത്ര ദിവസം ഇല്ലാതിരുന്ന അതിൻ്റെ കുറവുകൾ. അത് മാത്രമല്ല, ഈ വരുന്ന മെയ് 18-ന് കുംഭമേളയിൽ വെച്ച് മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ട ശ്രീ ആനന്ദവനം ഭാരതി സ്വാമികൾ, അദ്ദേഹത്തിന് പാലക്കാട് ഒരു ഗംഭീര വരവേൽപ്പ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ സംഘാടക സമിതിയുടെ മുഖ്യ അധ്യക്ഷനാണ്. ധർമാചാര്യ സഭയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലാ ധർമാചാര്യ സഭ അധ്യക്ഷനായതുകൊണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൻ്റെ മീറ്റിങ്ങൊക്കെ ആയിരുന്നു ഇന്നലെ. വൈകിട്ടും ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് അന്നലെ ക്ലാസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇനിയും നാളെ വൈകുന്നേരമുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വേണ്ടി വരും. 18-ാം തീയതി കഴിയുന്നത് വരെ വലിയൊരു പരിപാടി, ഒരു ഹിന്ദു മഹാസമ്മേളനമാക്കി മാറ്റാനാണ്. അപ്പോൾ പാലക്കാട്ടുള്ളവരും പുറത്തുനിന്ന് വരാൻ താല്പര്യമുള്ളവരൊക്കെ ആ 18-ാം തീയതിക്ക് തയ്യാറായിരിക്കുക. ഞായറാഴ്ചയാണ്. പാലക്കാട് നഗരത്തിലൂടെ ഗംഭീരമായിട്ടുള്ളൊരു ഘോഷയാത്രയായിട്ട് പാലക്കാട് മേലാമുറിക്കടുത്തുള്ള കർണകി നഗർ, അവിടെ തന്നെയുള്ള കർണകി അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വലിയൊരു പന്തലിട്ട് അവിടെയാണ് സ്വീകരണം നടത്തുന്നത് വൈകിട്ട്. അപ്പോൾ 3:30 മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ മുന്നിൽ നിന്ന് വാഹനഘോഷയാത്രയായി മേലാമുറി വരെയും 3:30 മണിക്ക് ആരംഭിച്ച് 5 മണിക്ക് മേലാമുറിയിൽ എത്തിച്ചേരുന്നു. മേലാമുറിയിൽ നിന്ന് 5:30 മണിയാകുമ്പോഴേക്കും 5:45 ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നു. അവിടെ 6 മുതൽ 7:30 വരെ സമ്മേളനം, ഹിന്ദു മഹാസമ്മേളനം, സ്വാമിജിക്ക് സ്വീകരണം. അപ്പോൾ അതിൻ്റെ തിരക്കുകളും ഉണ്ട്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഭാഗവത ജ്ഞാനഗംഗ കാണാം. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പുനഃപ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് ദശമസ്കന്ധം 50-ാം അധ്യായം അവസാനിപ്പിച്ചുകൊണ്ടാണ്. ഇനി 51-ാം അധ്യായമാണ് ആരംഭിക്കേണ്ടത്. എങ്കിലും 50-ാം അധ്യായം ഒന്ന് വായിച്ച് ഒന്ന് ഓടിച്ച് പറയാം. 51-ാം അധ്യായം നമുക്ക് വൈകുന്നേരം തുടങ്ങാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് വയ്ക്കാം. അപ്പം തുടങ്ങാം. എന്തായാലും എല്ലാവർക്കും ഒന്ന് റിവിഷൻ ആവട്ടെ. ഞാനും എന്താ പറയുക, എല്ലാ ഭാഗവും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഥയെല്ലാം അറിയാം, ഓർമ്മയുണ്ട്. എങ്കിലും ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു വായന. അപ്പോൾ 50-ാം അധ്യായം ഒന്ന് വായിച്ച് ചുരുക്കി പറയാം. 51-ലേക്ക് പ്രവേശിക്കാൻ സമയമുണ്ടെങ്കിൽ പ്രവേശിക്കാം. ആരംഭിക്കാം.
നമുക്ക് ദശമസ്കന്ധം ഉത്തരാർദ്ധം 50-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 50-തമോऽധ്യായः. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ महिष्यौ भरतर्षभ മൃതേ ഭർത്തരി ദുഃഖാർത്തേ യതുസ്മ പിതൃഗൃഹാൻ പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാൻ ചക്രതുസ്സർവം ആത്മവൈധവ്യകാരണം സ തത പ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ അയാദവീം മഹീം കർത്തും ചക്രേ പരമമുദ്യമം അക്ഷൗഹിണീഭിർവിംശത്യ തിസൃഭിശ്ചാപി സംവൃതഃ യദുരാജധാനീം മധുരാം ഞരുണത് സർവതോ ദിശം നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം. ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം ഹനിഷ്യാമി ബലം ഹേതദ്ഭുവി ഭാരം സമാഹിതം മാഗധേന സമാനീതം വശ്യാനാം സർവഭൂഭുജാം അക്ഷൗഹിണീഭിഃ സംഖ്യാതം ബടാശ്വരതകുഞ്ചരൈഃ മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം ഏതദർത്ഥോവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോ അന്യേഷാം വദായ ച അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംപ്രിയതേ മയാ വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത് ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ സദ്യഃ സസൂതൗ സപരിച്ഛദൗ ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശഃ സംകർഷണമദാബ്രവീത് പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷ തേ രഥ ആയാതോ ദൈതാന്യായുധാനി ച യാനമാസ്ഥായ ജഹ്യേതദ്വ്യസനാത് സ്വാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാമീശ ശർമ്മകൃത ത്രയോവിംശത്യനീകാക്യം ഭൂമേർഭാരമപാഗുരു ഏവം സമ്മന്ത്ര്യദാസാർഹൗ ദംശിതൗ രഥിനൗ പുരാത് നിർജഗ്മതു സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥിഃ തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേ ബധുഃ താവാഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാദമ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദനയോത്സ്യേ യാഹി ബന്ധുഹൻ തവ രാമ യദി ശ്രദ്ധാ യുധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമച്ഛരൈച്ഛിന്നം ദേഹം സൂര്യാഹി മാം ജഹി. ശ്രീഭഗവാനുവാച ന വൈ ശൂരാ വിഗത്തന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. ശ്രീശുക ഉവാച. ജരാസുതസ്താവവിസൃത്യ മാധവൗ മഹാബലൗ ഗേന ബലീയസാ വൃണോദ സസൈന്യയാനധ്വജവാജി സാരഥി സൂര്യാനലൗ വായുരിവാബ്രരേണുഭിഃ സുപർണതാലധ്വജ ചിന്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയപുരാട്ടാലകഹർമ്മ്യ ഗോപുരം സമാശ്രിതാ സമ്മുമുഃശുചാർദിതാഃ ഹരിഃ പരാനീകവയോ മുജാം മുഹുഃ ശിലീമുഖാത്യുൽബണവർഷപീഡിതം വ്യസ്ഫൂർജയച്ഛാർംഗശരാസനോത്തമം ഗൃഹ്ണന്നിഷംഗാദത സന്തതച്ഛരാൻ വികൃഷ്യ മുഞ്ചൻ ശിതബാണപൂകാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വദലാദചക്രം നിർഭിന്ന കുംഭാഃ കരിണോ നിപേതുഃ അനേകശോശ്വാഃ ശരവൃക്ണകന്ദരാഃ രഥാഹതാശ്വധ്വജസൂതനായകാഃ പദാദയച്ഛിന്നഭുജോരുകന്ദരാഃ
സംഛിദ്യമാനദ്വിപദേവവാചിനാം അംഗപ്രസൂതാ സതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷശീർഷകച്ചവാഃ ഹതദ്വിപദ്വീപഹയഗ്രഹാകുലാഃ കരോരുമീനാ നരകേശശൈവലാഃ ധനുസ്തരംഗായുധഗുൽമസങ്കുലാഃ അച്ചൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേകാഭരണാശ്മശർക്കരാഃ പ്രവർത്തിതാഭീരുഭയാവഹാ മൃധേ മനസ്വിനാം ഹർഷകരീ പരസ്പരം വിനിഘ്നദാരീൻ മുസലേന ദുർമദാൻ സംകർഷണേന പരിമേയ തേജസാ ബലം തദംഗാർണവദുർഗഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോഃ വിക്രീഡിതം തജ്ജഗദീശയോഃ പരം സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേനന്ദഗുണസ്വലീലയാ ന തസ്യ ചിത്രം പരപക്ഷനിഗ്രഹഃ തദാഭിമർത്യാനുവിധസ്യ വർണ്യത്തെ ജഗ്രാഹവിരധം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹഃ സിംഹമിവ ഉജസാം ബധ്യമാനം ഹതാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപോ വാരിധപതിരാജഭിഃ വാക്യൈ പവിത്രാർത്ഥപദൈർനയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗതാൻ ദുർമനായയൗ മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണകുസുമൈസ്ത്രിദശൈരനുമോദിതഃ മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ ഉപഗീയമാന വിജയഃ സൂതമാഗതവന്ദിഭിഃ ശംഖദുന്ദുഭയോനേതുർഭേരീതുര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗാം ഹൃഷ്ടജലാം പതാകാഭിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം നിചീയമാനോ നാരീഭിഃ മാല്യദധ്യക്ഷതാങ്കുരൈഃ നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈഃ ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവമാഹൃതം പ്രാദിശത് പ്രഭുഃ ഏവം സപ്തദശ കൃത്വഃ താവത്യക്ഷൗഹിണീബലഃ യുയുധേ മാഗധോ രാജാ യദുഭിഃ കൃഷ്ണപാലിതൈഃ അക്ഷിണ്വം തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സ്വേഷ്വനീകേഷു ത്യക്തോ യാദരിഭിർനൃപഃ അഷ്ടാദശമസംഗ്രാമേ ആഗാമിനി തദന്തര നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യതാം രുരോധ മധുരാമേത്യ തിസൃഭിർമ്ലേച്ഛകോടിഭിഃ നൃലോകേ ചാപ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശ്രുത്വാ ആത്മസംഹിതാൻ തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണഃ സംഘർഷണസഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹ്യുഭയതോ മഹത് യവനോയം നിരുന്ദേസ്മാനദ്യ താവന്മഹാബലഃ മാഗധോപ്യദ്യ വാശ്വോ വാ പരശ്വോ വാഗമിഷ്യതി ആവയോർയുധ്യതോരസ്യ യദ്യാഗന്ധാ ജരാസുതഃ ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യന്തേ സ്വപുരം ബലീ തസ്മാദദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദദുർഗമം തത്ര ജ്ഞാതീൻ സമാദായ യവനം ഘാതയാമഹേ ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃ സമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതമചീകരത് ദൃശ്യത്തെ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രത്യാ ചത്വരവീതിഭിര്യദാ വാസ്തു വിനിർമ്മിതം സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാലഗോപുരൈഃ രാജതാരകുടൈഃ കോഷ്ടൈഃ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹൈമൈഃ മഹാമരകതസ്ഥലൈഃ
വാസ്തോഷ്പതീനാം ച ഗൃഹൈഃ വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്ണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത് സുധർമാം പാരിജാതം ച മഹേന്ദ്രഃ പ്രാഹിണോദ്ധരേഃ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യത്തെ ശ്യാമൈകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ യദ്യദ് ഭഗവതാ ദത്തമാധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസു ഹരൗ ഭൂമിഗതേ നൃപ തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണഃ സമനു മന്ത്രിതഃ നിർജഗാമപുരദ്വാരാത് പദ്മമാലീ നിരായുധഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഒരു മിനിറ്റ്. ഫാനിൻ്റെ കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂട്. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, തൃശ്ശൂർ പൂരം ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവസാന ഭാഗം കണ്ടത് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ആരംഭിച്ചു. 50-ാം അധ്യായം. ദശമസ്കന്ധത്തിലെ 50-ാം അധ്യായം. അപ്പം അത് ആരംഭിച്ചത് കംസവധം. കംസന്റെ 2 ഭാര്യമാരെ ബാധിക്കപ്പെട്ടു. അവർ വിധവകളായി. അസ്ഥിപ്രാപ്തി എന്ന ആ കംസഭാര്യമാർ അച്ഛനായ ജരാസന്ധനോട് ചെന്ന് അവരുടെ ദുഃഖങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ആ പിതാവായ ജരാസന്ധൻ മക്കൾക്ക് പ്രിയം ചെയ്യുവാനായിക്കൊണ്ട് യാദവന്മാരെ മുഴുവൻ ആക്രമിക്കുവാനായി, ഈ ഭൂമിയിൽ ഞാൻ യാദവന്മാരെ ഇല്ലാതെയാക്കും, അയാദവയും മഹീം കർത്തും എന്നുള്ള ഉദ്ദേശത്തോടെ പരമം ഉദ്യമം ചക്രെ, വലിയ മഹാ ഉദ്യമത്തെ ചെയ്തു. 23 അക്ഷൗഹിണി സൈന്യവുമായി വന്ന് യദുരാജധാനിയായ മധുരയെ എല്ലാ ഭാഗത്തു നിന്നും ആവരണം ചെയ്തു, അല്ലെങ്കിൽ വളഞ്ഞു, നിരോധിച്ചു. ഒരു സമുദ്രം പോലെ വന്നു നിൽക്കുന്ന ഈ ജരാസന്ധന്റെ സൈന്യത്തെ കണ്ട് സ്വജനങ്ങളെല്ലാം ഭയചകിതരായിരിക്കുന്നതും കണ്ട് ഭഗവാൻ ചിന്തിച്ചു, എന്താണ് തന്റെ അവതാര പ്രയോജനം, എന്താണ് ഇപ്പോൾ താൻ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു, ഭൂമിക്ക് ഭാരഭൂതമായിരിക്കുന്ന ഈ ജരാസന്ധന്റെ അസുര സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കാം, എന്നാൽ മാഗധ രാജാവായ ജരാസന്ധനെ മാത്രം കൊല്ലരുത്. എന്ത് കാരണം? വീണ്ടും അവൻ വലിയ സൈന്യവുമായിട്ട് വരും.
ഭൂയകർത്ത ബലോദ്യമം, അതുകൊണ്ട് മാഗതസ്തു ന ഹന്തവ്യോ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ഭൂമി ഭാരത്തിന്റെ നാശത്തിനായിക്കൊണ്ടാണല്ലോ തന്റെ അവതാരം, സാധുക്കളെ സംരക്ഷിക്കാനുമാണല്ലോ. ധർമ്മരക്ഷയാണ് തന്റെ മുഖ്യ അവതാര ദൗത്യം, അധർമ്മനാശമാണ്. അതുകൊണ്ട് അത് ചെയ്യാം, അതിനുള്ള അവസരമാണ് എന്ന് ഭഗവാൻ ധ്യാനിച്ച് നിശ്ചയിച്ച്, അപ്പോഴേക്കും ഭഗവാന്റെ മുമ്പിൽ ആകാശത്ത് നിന്ന് സൂര്യ തേജസ്സുള്ളതായിട്ടുള്ള ഒരു രഥം വന്നു ചേർന്നു. ഒരു തേരാളിയും ആയുധങ്ങളും എല്ലാമായിട്ടാണ്. ഒരു രഥമല്ല, 2 രഥങ്ങൾ. രഥൗ ഉപസ്ഥിതൗ, രഥൗ ദ്വൗ രഥൗ, ഒന്ന് ബലരാമസ്വാമിക്കും ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് സൂതന്മാരോടും പരിച്ഛദങ്ങളോടും കൂടിയതായിട്ടുള്ള രഥങ്ങൾ വന്നു ചേർന്നു. ആയുധങ്ങളെല്ലാം, ദിവ്യങ്ങളായ ആയുധങ്ങളെല്ലാം അതിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഭഗവാൻ ജ്യേഷ്ഠനോട്, സംഘർഷണനോട് ഇങ്ങനെ പറഞ്ഞു, ഏട്ടാ, നമ്മൾക്ക് യാദവന്മാർക്ക് വന്നിരിക്കുന്ന വ്യസനത്തെ അങ്ങ് കാണുന്നുവല്ലോ, അങ്ങല്ലേ അവരുടെ രക്ഷകൻ. അതുകൊണ്ട് ഇതാ അങ്ങേക്കുള്ള രഥവും ആയുധങ്ങളും വന്നു ചേർന്നിരിക്കുന്നു. ഈ യാനത്തിൽ അങ്ങ് കയറി ഈ വ്യസനത്തിൽ നിന്ന് ഈ യാദവന്മാരെ അങ്ങ് രക്ഷിക്കേണ്ടതാണ്, ഉദ്ധരിക്കേണ്ടതാണ്, ഇവരെയെല്ലാം വധിക്കേണ്ടതാണ്. ഈ ജരാസന്ധനും സൈന്യത്തെയും അങ്ങ് വധിക്കേണ്ടതാണ്. ഇതിനാണല്ലോ നമ്മുടെയൊക്കെ ജന്മം, സാധുക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ ജ്യേഷ്ഠനെ പ്രേരിപ്പിച്ചു. 2 പേരും രഥത്തിൽ കയറി പുരത്തിൽ നിന്ന് ചെറിയൊരു സൈന്യവുമായി നിർഗമിച്ചു. ബലേന അൽപീയസ ആവൃതം, അൽപീയസ ബലേന, ചെറിയൊരു സൈന്യം മാത്രം സ്വീകരിച്ചുകൊണ്ട് ആയുധങ്ങളോടുകൂടി നിർജഗ്മതുഹു പുരാത്, പുരത്തിൽ നിന്ന് നിർഗമിച്ചു. ഭഗവാൻ തന്നെ ശംഖനാദം മുഴക്കി, അതുപോലെ എല്ലാവരുടെ ഉള്ളിലും ഭയത്തെ ജനിപ്പിച്ചു. ആ മാഗധൻ അഥവാ ജരാസന്ധൻ ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ലജ്ജ തോന്നുന്നു, നീ വെറും ബാലനാണ്, നീ സ്വയം നിന്നെ ഒളിച്ചു സംരക്ഷിച്ചവനാണ്, ഒളിഞ്ഞു കഴിഞ്ഞ ഭീരുവാണ് നീ ബന്ധുവായ അമ്മാവനെ കൊന്നവനാണ്, അങ്ങനെയുള്ള നിന്നെ നീചനായിട്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ രാമനോട് വേണമെങ്കിൽ, രാമന് ശ്രദ്ധയും ധൈര്യവും ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്തോട്ടെ. ഒന്നുകിൽ നിന്നെ ഞാൻ എന്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ച് നിന്റെ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി നിന്നെ സ്വർഗത്തിലേക്ക് അയക്കും, അല്ലെങ്കിൽ നീ എന്നെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമസ്വാമിയെ വെല്ലുവിളിച്ചു. ഭഗവാൻ തിരിച്ചു മറുപടി പറഞ്ഞു, ശൂരന്മാർ ഇങ്ങനെ വികത്തനം ചെയ്യുകയില്ല, പൗരുഷം ദർശിപ്പിക്കുകയാണ് പതിവ്. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായിരിക്കുന്ന നിന്റെ വാക്കുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. ന ഗൃണ്ണീമോ വചോരാജൻ ആതുരസ്യ മുമൂർഷതഃ. അതിനുശേഷം ആ യുദ്ധവർണ്ണന ഉണ്ടായി. ഗംഭീരമായിട്ടുള്ള യുദ്ധത്തെ വർണ്ണിച്ചു. ചോരപ്പുഴകൾ ഒഴുകി, അതിൽ രഥങ്ങളും ആനകളും കുതിരകളും കാലാളുകളും ഒരു പുഴയിൽ വേണ്ടതായിട്ടുള്ള മത്സ്യങ്ങളും പാറകളും പാമ്പുകളും ഒക്കെ ആയിട്ടിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു എന്ന് വളരെ വിശദീകരിച്ച് ആ യുദ്ധത്തെ വർണ്ണിച്ചു. പിന്നീട് ആ യുദ്ധത്തിൽ ജരാസന്ധ സൈന്യത്തെ മുഴുവൻ ബലരാമസ്വാമിയും കൃഷ്ണനും ആയിട്ട് വധിച്ചു കളഞ്ഞു. ജരാസന്ധനെ ബലരാമസ്വാമി ബന്ധിച്ചു കൊല്ലാനായിക്കൊണ്ട് പുറപ്പെട്ടു. ആ സമയത്ത് ബധ്യമാനം ഹതാരാദ്യം പാശൈർ വാരുണമാനുഷൈ, വാരുണപാശം മാനുഷപാശം ഇതൊക്കെ കൊണ്ട് ബധ്യമാനം ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള ആ ജരാസന്ധനെ ഗോവിന്ദ കാര്യചികീർഷയ വാരയാമാസ, മറ്റു ചില കാര്യങ്ങൾ സാധിക്കാനുള്ളത് കൊണ്ട് നിവാരണം ചെയ്തു. ആരെ? ബലരാമസ്വാമിയെ അതിൽ നിന്ന് പിൻവാങ്ങിപ്പിച്ചു. നമുക്തോ ലോകനാഥാഭ്യാം സമുക്തോ ലോകനാഥാഭ്യാം വ്രീഡിതോ വീരസമ്മത തപസേ കൃതസങ്കൽപ്പോ വാരിതപ്പതി രാജഭിഹി. നാണം കെട്ടതായിട്ടുള്ള ജരാസന്ധൻ ഇവരാൽ മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ലജ്ജയോടുകൂടെ തപസ്സിന് സങ്കല്പം ചെയ്തു. എന്നാൽ മറ്റ് രാജാക്കന്മാർ ശിശുപാലാദികളെല്ലാം അദ്ദേഹത്തെ
നല്ല വാക്കുകൾ പറഞ്ഞ് തപസ്സിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇത് നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് ഇപ്പോൾ വന്നു ചേർന്നതാണ്. അങ്ങയുടെ ഇത്രയും വലിയ സൈന്യം ഇത്രയും നിസ്സാരന്മാരോട് തോൽക്കേണ്ടത് ഇല്ലാത്തതാണ്, വാസ്തവമല്ല. എന്തോ ഇപ്പോൾ കെട്ടകാലമായതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഒരു തോൽവി കൊണ്ട് അങ്ങ് പരാജയം സമ്മതിക്കരുത്. ഇനിയും അങ്ങയ്ക്ക് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാമെന്നെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് നാണം കെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, മാഗധ ദേശത്തേക്ക് തിരിച്ചുപോയി. ബലരാമനും ശ്രീകൃഷ്ണനും ദേവന്മാരാൽ പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടവരായി എല്ലാവരാലും സൂതമാഗധ ബന്ദികളാലെല്ലാം സ്തുതിക്കപ്പെട്ടുകൊണ്ട് മധുരാപുരിയിലേക്ക് മടങ്ങി. ശംഖഭേരികളെല്ലാം മുഴക്കിക്കൊണ്ട്, എല്ലാ വാദ്യഘോഷങ്ങളും മുഴക്കിക്കൊണ്ട് വഴിയിൽ അവർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. അടിച്ചു തളിച്ച്, പതാകകൾ അലങ്കരിച്ച്, പുഷ്പങ്ങളെല്ലാം വിതരിച്ച്, വേദഘോഷങ്ങളോടുകൂടെ തോരണങ്ങളെല്ലാം ബന്ധിച്ച് എല്ലാവരാലും, സ്ത്രീകളാലും പുരുഷന്മാരാലും കുട്ടികളാലും എല്ലാം സ്നേഹപൂർവം അദ്ദേഹത്തെ, കൃഷ്ണനെയും രാമനെയും സ്വീകരിച്ചു നടത്തി. രാമകൃഷ്ണന്മാർ യുദ്ധത്തിൽ നേടിയെടുത്തതായിട്ടുള്ള ധനം എല്ലാം ഉഗ്രസേന രാജാവിനായിക്കൊണ്ട് സമർപ്പിച്ചു. ആയോധന ഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭു. ആ യദുരാജാവിനായിക്കൊണ്ട് പ്രാദിശത്ത്. ഇപ്രകാരം ഏവം സപ്തദശ കൃത്വഃ താവതീ അക്ഷൗഹിണീ ബലഃ. സപ്തദശ കൃത്വഃ എന്ന് പറഞ്ഞാൽ 17 പ്രാവശ്യം അത്രത്തോളം അക്ഷൗഹിണീ ബലത്തോടുകൂടി ആ മാഗധോ രാജ യദുഭിഹി കൃഷ്ണപാലിതൈഹി യുയുധേ. കൃഷ്ണപാലിതരായ യാദവന്മാരോട്, യദുവംശത്തോട് യുദ്ധം ചെയ്തു. ഭഗവാനോ ആ വൃഷ്ണികളോട് ചേർന്ന് അക്ഷിണ്വൻ തദ്ബലം സർവം, അവന്റെ ആ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ തന്റെ സൈന്യമെല്ലാം നശിക്കുമ്പോഴും ഇവരാൽ ത്യജിക്കപ്പെട്ടവനായി മഗധൻ തിരിച്ച് പോകും എന്നർത്ഥം. അങ്ങനെ 17 പ്രാവശ്യവും മഗധനെ കൊല്ലാതെ മോചിപ്പിച്ചു. ഇനി 18ാമത്തെ പ്രാവശ്യം മഗധൻ തയ്യാറായി വരാനിരിക്കുകയാണ്. അതാണ് അഷ്ടാദശമ സംഗ്രാമേ ആഗാമിനി തദന്തരാ നാരദ പ്രേഷിതോ വീരോ യവനഃ പ്രത്യദൃശ്യത. അതിന്റെ ഇടയ്ക്ക് മഗധൻ വരുന്നതിന് മുമ്പായിട്ട് നാരദൻ ചെന്ന് യവനനെ പ്രേരിപ്പിച്ചു. അങ്ങനെ നാരദനാൽ പ്രേഷിതനായ വീരനായ യവനൻ അവിടെ പ്രത്യക്ഷനായി. ഇവിടെ മധുരാപുരിയിലേക്ക് വന്നു. എങ്ങനെ? തിസൃഭിഹി മ്ലേച്ഛകോടിഭിഹി. തിസൃഭിഹി 3 മ്ലേച്ഛ കോടികൾ, മ്ലേച്ഛ സൈന്യത്തിന്റെ കോടികൾ. അപ്പൊ 3 കോടി മ്ലേച്ഛ സൈന്യവുമായിട്ട് മധുരയെ വന്ന് വളഞ്ഞു. അവൻ വാസ്തവത്തിൽ ലോകങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോ അപ്രതിദ്വന്ദ്വനായ അവൻ വൃഷ്ണീൻ ശ്രുത്വ ആത്മസംഹിതാൻ, ഈ ഭൂമിയിൽ തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ തുല്യരായിട്ട് ഈ യാദവന്മാർ മാത്രമേ ഉള്ളൂ എന്ന് നാരദ മഹർഷി അവനോട് പറഞ്ഞിരുന്നു. നീ യുദ്ധം ചെയ്യേണ്ടത് യാദവ സൈന്യത്തോടാണ്. അവരെയും കൂടി ജയിച്ചു കഴിഞ്ഞാലേ നീ ലോകം ജയിച്ചിട്ടുള്ളൂ. കാരണം അവരിപ്പോ ജരാസന്ധനെ പല പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞവരാണ്. ജരാസന്ധനാകട്ടെ പല പ്രാവശ്യം ദിഗ്വിജയം നടത്തിയിട്ടുള്ള ആളാണ്, ഒരുപാട് രാജാക്കന്മാരെ ജയിച്ച ആളാണ്. അപ്പൊ ജരാസന്ധനെ ജയിച്ച യാദവ സൈന്യത്തെ ജയിച്ചാൽ മാത്രമേ നീ ലോകങ്ങളുടെ മുഴുവൻ ചക്രവർത്തിയാവുള്ളൂ എന്ന് യവനനെ നാരദൻ പറഞ്ഞു മോപ്പിച്ചിരുന്നു. ഭഗവാന്റെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന ആളാണ് ഈ യാദവന്മാരിൽ പ്രമുഖൻ, അയാളെ വധിച്ചാലേ നീ ജയിച്ചുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തം ദൃഷ്ട്വാ അചിന്തയത് കൃഷ്ണഃ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ശുഭയതോ മഹത്. ഭഗവാൻ ജ്യേഷ്ഠനോടുകൂടെ ഈ വന്നു ചേരുന്ന യവനനെ കണ്ടു. യാദവന്മാർക്ക് വന്നിരിക്കുന്ന ഈ സങ്കടത്തെയും കണ്ടു. 2 ഭാഗത്തു നിന്നും, ജരാസന്ധന്റെ ഭാഗത്തു നിന്നും ഈ യവനന്റെ ഭാഗത്തു നിന്നുണ്ടായ സങ്കടത്തെ കണ്ടു. ഇനി അപ്പൊ ഈ യവനൻ നമ്മുടെ സൈന്യത്തെ വളഞ്ഞിരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ വളഞ്ഞിരിക്കുന്നു. മാഗധനും അദ്യവാ ശോഭാ പരശോഭാ ആഗമിഷ്യതി. ഏതു നിമിഷവും മഗധന്റെ ആഗമനവും ഉണ്ടാവാം.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തസ്മാത് അദ്യ വിദാസ്യാമോ ദുർഗം ദ്വിപദ ദുർഗമം. മനുഷ്യന്മാർക്ക് പ്രവേശിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ദുർഗം നമുക്ക് നിർമ്മിക്കാം. അന്തസ്സമുദ്രേ നഗരം കൃഷ്ണ അദ്ഭുതം അചീകരത്. അപ്പൊ നമ്മുടെ യാദവന്മാരെയെല്ലാം ഈ ദ്വീപിൽ കൊണ്ടുപോയി സുരക്ഷിതരാക്കിയിട്ട് സമുദ്രത്തിന്റെ നടുവിലുള്ള നഗരത്തിൽ കൊണ്ടുപോയിട്ട് അവരെ സുരക്ഷിതരാക്കി നമ്മൾക്ക് ഇവരോട് യുദ്ധം ചെയ്തവരെ നശിപ്പിക്കാം. യവനം ഘാതയാമഹേ, യവനനെ നമുക്ക് നശിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ഭഗവാൻ 12 യോജനം ദുർഗം, 12 യോജന വലിപ്പമുള്ളതായിട്ടുള്ള ആ ദുർഗത്തെ ഭഗവാൻ സമുദ്രമധ്യത്തിൽ ചെയ്തു. അതാണ് ദ്വാരക. ആ ദ്വാരകയെ വർണ്ണിച്ചു. അത് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങോടും കൂടിയിട്ട് രത്യാ ചത്വര വീതിവിർ യഥാ വാസ്തു വിനിർമ്മിതം. വാസ്തു വേണ്ട പോലെ നിശ്ചയിച്ച് തെരുവുകൾ, നാൽക്കവലകൾ, വലിയ രഥവീതികൾ എല്ലാം വേണ്ടതുപോലെ പ്ലാൻ ചെയ്തുകൊണ്ട്, നഗര രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു നഗരമായിട്ട് ദ്വാരകയെ വിശ്വകർമാവിനാൽ നിർമ്മിച്ചു. അവിടെയുള്ള ഐശ്വര്യങ്ങളെല്ലാം വർണ്ണിച്ചു. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർ ദിവിസ്പൃഗ്ഭിഃ സ്ഫാടികാട്ടാല ഗോപുരൈഃ രാജതാരകുടൈ കോഷ്ടൈർ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈഃ ഹൈമൈഃ മഹാമരകതസ്ഥലൈഃ വാസ്തോഷ്പദീനാം ച ഗൃഹൈഃ വളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവ ഗൃഹോല്ലസത്. അപ്പൊ എല്ലാം ഗംഭീരങ്ങളായിട്ടുള്ള മാളികകളെ രത്നം കൊണ്ടും സ്വർണം കൊണ്ടും എല്ലാം നിർമ്മിച്ചത്. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമുള്ള സ്ഥാനങ്ങൾ നിർണയിച്ചുകൊണ്ട് ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള രീതികൾ, അതുപോലെ പ്രഭുക്കന്മാർക്ക്, രാജാക്കന്മാർക്കൊക്കെ താമസിക്കാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ എല്ലാമായിട്ട്. ആ സമയത്താണ് മഹേന്ദ്രൻ സുധർമ്മയെ കൊണ്ടുവന്നു. സ്വർഗത്തിലെ സഭയായ സുധർമ്മയെ. അതാണ് സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോധരേ. മഹേന്ദ്രൻ സമ്മാനമായിട്ട് സുധർമ്മ എന്ന നഗരത്തെയും എന്ന സഭയെയും ഒരു പാരിജാത വൃക്ഷത്തെയും ഭഗവാന് സമ്മാനമായിട്ട് കൊണ്ടുവന്നു കൊടുത്തു. യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. ഏതൊരു സുധർമ്മയിൽ മനുഷ്യൻ വസിച്ചാൽ മർത്യധർമ്മത്താൽ ബാധിക്കപ്പെടില്ലയോ എന്ന് വെച്ചാൽ ജരാനരണാദികളോ വിശപ്പ്, ദാഹം മുതലായതോ ഒന്നും ബാധിക്കാത്ത സ്ഥാനമാണ് ഈ സുധർമ്മ. അങ്ങനെയുള്ള ആ സുധർമ്മ ദ്വാരകയിലാണിപ്പോൾ, ഭൂമിയിലാണിപ്പോൾ. അതുപോലെ വരുണൻ എന്താ പറയുക, ഒരു ചെവി കറുത്തതായിട്ടുള്ള വളരെ വേഗത്തിൽ പായുന്ന വെളുത്ത കുതിരകളെ കൊണ്ടുവന്നു കൊടുത്തു. അതുപോലെ നിധിപതി കുബേരൻ 8 നിധികളെ കൊണ്ടുവന്നു കൊടുത്തു. ഓരോ ലോകപാലന്മാരും അവരവരുടേതായിട്ടുള്ള ആ ഉദയങ്ങളെ അഥവാ ശ്രേഷ്ഠതകളെ ഭഗവാന് സമ്മാനമായി കൊണ്ടുകൊടുത്തു. യദ്യത് ഭഗവതാദത്തം ആധിപത്യം സ്വസിദ്ധയെ സർവം പ്രത്യർപ്പയാമാസുഹു ഹരൗ ഭൂമിഗതേ നൃപ. എന്തെല്ലാമാണോ അവർക്ക് ഭഗവാൻ നൽകിയത്, ഭഗവാനാൽ നൽകപ്പെട്ടത്, അവരുടെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് അവരുടെ പദവിക്കും ആധികാരികതയ്ക്കും വേണ്ടി കൊടുത്തതാണതെല്ലാം. അതെല്ലാം സർവം പ്രത്യർപ്പയാമാസു. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലമായതുകൊണ്ട് ഭഗവാന് തന്നെ അതെല്ലാം തിരിച്ചേൽപ്പിച്ചു എന്നാണ്. അവർക്കിപ്പോൾ അധികാരങ്ങളൊന്നുമില്ല, പണിയുമില്ല. അതുകൊണ്ട് എല്ലാ ലോകപാലന്മാരും ഭഗവാന് സർവ വിഭൂതികളെയും കൊണ്ടുവന്ന് സമർപ്പിച്ചു. കാരണം ഭഗവാൻ ഭൂമിയിൽ ഇപ്പോൾ സർവ അധിപതിയായിട്ട് ലോകരക്ഷകനായി വാഴുകയാണ്. അങ്ങനെയുള്ള ആ ദ്വാരകയിലേക്ക് തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഹി. ഭഗവാൻ തന്റെ യോഗപ്രഭാവം കൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങിയതായിട്ടുള്ള യാദവന്മാരെ മുഴുവൻ മധുരാപുരിയിൽ നിന്ന് ദ്വാരകയിലേക്ക് എത്തിച്ചു. പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിത നിർജഗാമപുരദ്വാരാത് പത്മമാലീ നിരായുധ. അപ്പോ പ്രജാപാലൻ എന്ന് പറഞ്ഞാൽ രാജാവ്, ഉഗ്രസേന രാജാവ്, രാമൻ എന്നാൽ ബലരാമസ്വാമി, ഇവരാൽ അനുമന്ത്രിതനായ കൃഷ്ണൻ പിന്നീട് പത്മമാലിയും നിരായുധനുമായിട്ട്, ആയുധമൊന്നുമില്ലാതെ പുരദ്വാരാത് നിർജകാമ,
മധുരാപുരിയിൽ നിന്ന് നിർഗമിച്ചു. എന്തിനായിക്കൊണ്ട്? ഈ യവനനെ മോഹിപ്പിച്ച് കൊണ്ടുപോയി യവനന്റെ വധം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാനായിക്കൊണ്ട്. ആ കഥയിലേക്കുള്ള ബീജം ഈ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ഇനിയാണ് ഭഗവാൻ ഈ യവനനെ വധിപ്പിക്കുന്നത്. ഭഗവാൻ നേരിട്ട് വധിക്കുന്നില്ല. മുചുകുന്ദൻ എന്നൊരു മഹാത്മാവാണ്. അദ്ദേഹത്തിന്റെ ഉറക്കത്തിന് ഈ യവനൻ ഭംഗമുണ്ടാക്കുമ്പോൾ ദേവന്മാരുടെ വരം കൊണ്ട് മുചുകുന്ദൻ കണ്ണു തുറന്ന് ആദ്യം കാണുന്നത് ഈ യവനനെ ആയതുകൊണ്ട് മുചുകുന്ദന്റെ ആ നേത്ര ജ്വാലകളാൽ, കടാക്ഷത്താൽ അല്ലെങ്കിൽ നോട്ടത്താൽ യവനൻ ഭസ്മമായി തീർന്നു. ആ കഥയാണ് ഇനി പറയാനിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. 51-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വലിയ അധ്യായങ്ങളൊക്കെ കുറച്ച് വായിക്കാം. 64 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് 12-ാം ശ്ലോകം വരെ വായിക്കാം. തൽക്കാലം മതി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ഏകപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനമിവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത്കൗസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമത്സുകപോലം ശുചിസ്മിതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരന്മകരകുണ്ടലം വാസുദേവോ ഹ്യയമിതി പുമാൻ ശ്രീവത്സലാഞ്ജനഃ ചതുർഭുജോരവിന്ദാക്ഷോ വനമാല്യതിസുന്ദരഃ ലക്ഷണൈർനാരദപ്രോക്തൈഃ നാന്യോ ഭവിതുമർഹതി നിരായുധശ്ചലൻ പദ്ഭ്യാം യോത്സ്യേനേന നിരായുധഃ ഇതി നിശ്ചിത്യ യവനഃ പ്രാദ്രവന്തം പരാങ്മുഖം അന്വദാവജ്ജിഗൃക്ഷുസ്തം ദുരാപം അപി യോഗിനാം ഹസ്തപ്രാപ്തമിവാത്മാനം ഹരിണാ സ പദേ പദേ നീതോ ദർശയതാ ദൂരം യവനേശോദ്രികന്ധരം പലായനം യദുകുലേ ജാതസ്യ തവനോചിതം ഇതി ക്ഷിപന്നനുഗതോ നൈനം പ്രാപാഹദാശുഭഃ ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാവിശത് ഗിരികന്ധരം സോഭിപ്രവിഷ്ടസ്തത്രാന്യം ശയാനം ദദൃശേ നരം നന്വസൗ ദൂരമാനീയ ശേതേ മാമിഹ സാധുവത് ഇതി മത്വാച്യുതം മൂഢഃ തം പദാസമതാടയത് സ ഉത്തായ ചിരം സുപ്തഃ ശനൈരുന്മീല്യ ലോചനേ ദിശോ വിലോകയൻ പാർശ്വേ തമദ്രാക്ഷീതവസ്ഥിതം സതാവത്തസ്യ രുഷ്ട്രസ്യ ദൃഷ്ടിപാദേന ഭാരത ദേഹജേനാഗ്നിനാ ദഗ്ധോ ഭസ്മസാദഭവത്ക്ഷണാത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമുക്കൊന്ന് തുടങ്ങി വെക്കാം. 51-ാം അധ്യായം മുചുകുന്ദ ചരിതം. യവനനെ മുചുകുന്ദന്റെ നേത്രാഗ്നിയിൽ ദഹിപ്പിക്കുന്ന കഥയാണ്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനം ഇവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത്കൗസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമത്സുകപോലം ശുചിസ്മിതം മുഖാരവിന്ദം ബിഭ്രാണം സ്ഫുരൽ മകരകുണ്ടലം. അപ്പോ ആ പുരിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ വർണ്ണിക്കുകയാണ് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട്. ആര് കണ്ടു? യവനൻ കണ്ട ഭഗവാന്റെ മൂർത്തി. അതാണ് ഇവിടെ 3 ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്.
ശ്രീശുകവാച തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനം ഇവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം. സുഖബ്രഹ്മർഷി നിർത്തിയെടുത്തുനിന്ന് തുടരുകയാണ്. 50-ാം അധ്യായത്തിലെ അവസാന ശ്ലോകം. ഭഗവാൻ നിരായുധനായി പത്മമാലിയായി പുരദ്വാരാത് നിർജഗാമ, പുരദ്വാരത്തിൽ നിന്ന് നിർഗമിച്ചു എന്ന് പറഞ്ഞു. ഉഗ്രസേന രാജാവിനോടും ബലരാമസ്വാമിയോടും ഉത്തരവാദിത്വം ഏൽപ്പിച്ച് യാത്ര പറഞ്ഞ്, അപ്പോൾ അവരെ ദ്വാരകാപുരിയിലെ കാവൽ ഏൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് തന്നെ ആയിരിക്കാം ഇറങ്ങിയിട്ടുണ്ടാവുക. ഇത് കാരണം വെച്ചാൽ പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിത എന്നുള്ള, അനുമന്ത്രിത എന്ന് വെച്ചാൽ അനുയാത്ര, ആ അനുമതി, യാത്രാനുമതി നേടിയവനായിട്ട്. അപ്പോൾ ബലരാമനെയും ഉഗ്രസേന രാജാവിനെയും ദ്വാരകയിൽ എത്തിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് അനുമതി ലഭിച്ചവനായിട്ടാണ് പുരദ്വാരത്തിൽ നിന്ന് പത്മമാലിയായി നിരായുധനായി ഭഗവാൻ വന്ന് അപ്പോഴേക്ക് അദ്ദേഹം ആകാശമാർഗത്തിലൂടെ വന്നു കാണും. നിരായുധനായിട്ട് മധുരാപുരിയിൽ വന്ന് ഇദ്ദേഹം കാണുന്നത് പോലെ, യവനൻ കാണുന്നത് പോലെ ദർശനം കൊടുത്തു പുരത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട്. അങ്ങനെ ശ്രീശുകവാച തം വിലോക്യ വിനിഷ്ക്രാന്തം ഉജ്ജിഹാനം ഇവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയവാസസം. തം വിലോക്യ, അവനെ കണ്ടിട്ട് എന്നാണ്. ആര് കണ്ടിട്ട്? യവനനാണ് കാണുന്നത്. ആ യവനൻ വരുന്ന വരികളിലേ പറയുള്ളൂ. അവനെ കണ്ടിട്ട്, എങ്ങനെയുള്ളവനെ കണ്ടിട്ട് എന്നാണ് പിന്നെയുള്ള വരികളൊക്കെ വർണ്ണിക്കുന്നത്. വിനിഷ്ക്രാന്തം, വിനിഷ്ക്രാന്തം വിശേഷേണ നിഷ്ക്രമിക്കുന്നവൻ, പുറത്തേക്ക് വരുന്നവൻ എന്നർത്ഥം. അപ്പൊ മധുരാപുരിയിൽ നിന്നോ എവിടുന്നാണെങ്കിലും ഏതോ ഒരു പുരിയിൽ നിന്ന് പുറത്തേക്ക് വിനിഷ്ക്രമിക്കുന്നവൻ. എന്തായാലും ഇദ്ദേഹത്തിന്റെ യവനന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ വിനിഷ്ക്രമിക്കുന്നവനും ഉജ്ജിഹാനമിവോടുപം, ഉടുപം എന്ന് പറഞ്ഞാൽ ഉടുപൻ ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനെ പോലെ, എങ്ങനെയുള്ള ചന്ദ്രനെ പോലെ? ഉദിച്ചുയരുന്ന. ഉജ്ജിഹാനം എന്ന് പറഞ്ഞാൽ ഉദിച്ചു പൊങ്ങുന്ന എന്നർത്ഥം. ഉദിച്ചു പൊങ്ങുന്ന ചന്ദ്രനെ പോലെ സുന്ദരനാണ് ഭഗവാൻ കൃഷ്ണചന്ദ്രൻ. ദർശനീയതമം, കാണേണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമം, കണ്ണുള്ളവരൊക്കെ കാണേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ രൂപം. ദർശനീയതമം ശ്യാമം, ഭഗവാന്റെ വർണ്ണം നീലവർണ്ണം, ശ്യാമവർണ്ണം അല്ലെങ്കിൽ കറുത്ത വർണ്ണം. പീതകൗശേയവാസസം, മഞ്ഞ കൗശേയം. പീതം മഞ്ഞ, കൗശേയം പട്ട് കോശത്തിൽ നിന്ന് ഭവിച്ചത്, പട്ടുനൂൽപ്പുഴുവിൽ നിന്ന് ഭവിച്ചത്. അപ്പൊ മഞ്ഞപ്പട്ടാകുന്ന വസ്ത്രം ധരിച്ചവനും, ഇപ്പോ പീതാംബരധാരിയായും ശ്രീവത്സവക്ഷസം ഭ്രാജത്കസ്തുഭാമുക്തകന്ധരം പൃഥുദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം. ശ്രീവത്സവക്ഷസം, ഭഗവാന്റെ വക്ഷസ് ശ്രീവത്സം കൊണ്ട് അലങ്കൃതം. ശ്രീവത്സം എന്ന ആ ഭൃഗു മഹർഷിയുടെ പാദം സ്പർശിച്ച് ഒരു മറുകായി ഭഗവാൻ സംരക്ഷിക്കുന്നതായിട്ടുള്ള സ്ഥലം ശ്രീവത്സം എന്നുള്ള വക്ഷസ്. ഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം, ഭ്രാജത് കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നതായിട്ടുള്ള കൗസ്തുഭം, അതിനെ ബന്ധിച്ചിരിക്കുന്ന ആമുക്തകന്ധരം. കൗസ്തുഭം എന്ന പത്മരാഗരത്നത്തെ നല്ലതുപോലെ ബന്ധിച്ചിരിക്കുന്ന കന്ധരം, കണ്ടം, കഴുത്തോടുകൂടിയവനും. പൃഥുദീർഘചതുർബാഹും, പൃഥു എന്ന് പറഞ്ഞാൽ തടിച്ചത്, ദീർഘം എന്ന് പറഞ്ഞാൽ നീളമുള്ളത്. അപ്പോ ആജാനുബാഹുവാണ് ഭഗവാൻ. മുട്ടുകാൽ വരെ, കാൽമുട്ട് വരെ നീണ്ടു നിൽക്കുന്ന കൈകളോട് കൂടിയവൻ, അത് നല്ല ഉരുണ്ടത്, തടിച്ചത്. പൃഥുവായ ദീർഘമായ ചതുർബാഹു. ഇനി മുതൽ ഭഗവാനെ, ദ്വാരകാധീശനായ ഭഗവാനെ ചതുർബാഹുവായിട്ടാണ് പലപ്പോഴും വർണ്ണിക്കുക. ഇതുവരെയുള്ള കൃഷ്ണൻ മധുരാപുരി വരെ, അല്ലെ, ഗോകുലത്തിലും മധുരാപുരിയിലും ഒക്കെ കൃഷ്ണൻ 2 കൈകളോട് കൂടിയിട്ടാണ് ലീല ചെയ്തതെങ്കിൽ ഇനി ദ്വാരകാലീലകൾ അദ്ദേഹത്തിന്റെ 4 കൈകളോട് കൂടിയിട്ടാണ് വർണ്ണിക്കാൻ പോകുന്നത്. നമ്മുടെ എന്താ പറയുക, ഭഗവത്ഗീതയിലും അർജുനൻ കാണുന്നത് ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെയാണ്.
ഭഗവാന്റെ ചതുർബാഹു രൂപത്തെ പഴയതുപോലെ ചതുർബാഹു ആക്കാനായിട്ട് പറയുന്നുണ്ട്. എപ്പോൾ? വിശ്വരൂപം കണ്ട് ഭയപ്പെട്ടിട്ട്. അപ്പോൾ ഭഗവാന്റെ സ്വാഭാവികമായിട്ടുള്ള രൂപം ദ്വാരകാപുരിയിലെ ചതുർബാഹുവാണ്. ഓടക്കുഴലൊക്കെ ഉപേക്ഷിച്ചു. വൃന്ദാവനത്തിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഓടക്കുഴലൊക്കെ ഉപേക്ഷിച്ച് കാണും. മധുരാപുരിയിൽ വലിയ ഗൗരവമുള്ള ലീലകളാണ്, അതിന് ഓടക്കുഴലിൻ്റെ ആവശ്യമില്ല. അവിടെ കംസവധവും മറ്റു കാര്യങ്ങളും ഗുരുകുലവാസവും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോഴും ഓടക്കുഴലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗോകുലത്തിലുള്ള വേണുഗോപാലൻ അത് മാറി മധുരാപതിയായി മാറി. പിന്നീടിപ്പോൾ ദ്വാരകാധീശനായപ്പോൾ ചതുർബാഹു ആണ് ഭാവം. ദീർഘചതുർബാഹും നവകഞ്ചാരുണേക്ഷണം. അപ്പൊ ഭഗവാൻ എല്ലാ ദിക്കുകളുടെയും ആധിപത്യം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള ഭാവമാണ്. ഒരു ഇന്ദ്രപദവിയെ പോലെയുള്ള പദവിയിലാണ് സുധർമ്മയിൽ ഭഗവാൻ കഴിഞ്ഞുകൂടുന്നത്, ദ്വാരകയിൽ കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ആ ഒരു ഭഗവാന്റെ ആ ഈശ്വരഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ് ഈ ചതുർബാഹു. ചതുർബാഹും നവകഞ്ച അരുണേക്ഷണം. നവകഞ്ചം എന്ന് പറഞ്ഞാൽ പുതിയ താമര. പുതിയ താമര പോലെയുള്ള ചുവന്ന ഈക്ഷണത്തോടു കൂടിയവൻ, കണ്ണോടുകൂടിയവനും. നവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം. എപ്പോഴും മുഖഭാവം പ്ലസന്റാണ്, പ്രമോദം പ്രകടിപ്പിക്കുന്ന ഭാവമാണ്. ഭഗവാൻ ഒരിക്കലും വിഷാദം ഇല്ല, വിഷമം ഇല്ല, എപ്പോഴും സന്തോഷത്തോടു കൂടിയ മുഖം. നിത്യപ്രമുദിതം ശ്രീമത് സുഖപോലം. ശ്രീമത്തായ ഐശ്വര്യപൂർണമായിട്ടുള്ള സുഖപോലം, നല്ല കവിൾത്തടങ്ങൾ, മനോഹരമായ കവിൾത്തടങ്ങൾ. സുഖപോലം ശുചിസ്മിതം, നല്ല മന്ദസ്മിതം, മനോഹരമായ മന്ദസ്മിതത്തോടു കൂടിയതുമായിട്ടുള്ള മുഖാരവിന്ദം വിഭ്രാണം. ഇവിടെ മുഖാരവിന്ദത്തിന്റെ വിശേഷണങ്ങളാണ് നിത്യപ്രമുദിതം, ശ്രീമത് സുഖപോലം, ശുചിസ്മിതം, സ്ഫുരൻ മകരകുണ്ടലം. മുഖാരവിന്ദം എങ്ങനെയുള്ളത്? ഇതൊക്കെ ധരിച്ചിരിക്കുന്നത് ബിഭ്രാണം. ബിഭ്രാണം നിത്യപ്രമുദിതം, ശ്രീമത് സുഖപോലം, ശുചിസ്മിതം, സ്ഫുരൻ മകരകുണ്ടലം ബിഭ്രാണം. ശോഭിക്കുന്നതായിട്ടുള്ള സ്ഫുരിക്കുന്ന മകരകുണ്ടലങ്ങൾ കാതുകളിൽ ധരിച്ചിരിക്കുന്നവനുമായിട്ടുള്ള ആ മുഖാരവിന്ദത്തോടു കൂടിയവനായ ആ ഭഗവാനെ തം വിലോക്യ, അവനെ കണ്ടിട്ട് എന്ത് ചെയ്തു? ആര്? യവനൻ. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. വാസുദേവോ ഹ്യയമിതി പുമാൻ ശ്രീവത്സലാഞ്ജനൈഃ ലാഞ്ഛനഃ ചതുർഭുജോരവിന്ദാക്ഷോ വനമാല്യതി സുന്ദരഃ ലക്ഷണൈർനാരദ പ്രോക്തൈഃ നാന്യോ ഭവിതുമർഹതി നിരായുധശ്ചലൻ പദ്ഭ്യാം യോത്സ്യേ അനേന നിരായുധഃ ഇതി നിശ്ചിത്യ യവനഃ പ്രാദ്രവന്തം പരാന്മുഖം അന്വദാവജ്ജിഗൃക്ഷുസ്തം ദുരാപമഭിയോഗിനാം. വാസുദേവോ ഹ്യയമിതി പുമാൻ ശ്രീവത്സലാഞ്ജനഃ ചതുർഭുജോരവിന്ദാക്ഷോ വനമാല്യതി സുന്ദരഃ ലക്ഷണൈർനാരദ പ്രോക്തൈഃ നാന്യോ ഭവിതുമർഹതി നിരായുധശ്ചലൻ പദ്ഭ്യാം യോത്സ്യേ അനേന നിരായുധഃ ഇതി നിശ്ചിത്യ യവനഃ പ്രാദ്രവന്തം പരാങ്മുഖം അന്വധാവജ്ജിഗൃക്ഷുസ്തം ദുരാപമഭിയോഗിനാം. അപ്പോ അവിടെ ഇത് നിശ്ചിത്യ യവനഃ എന്ന് പറയുന്നുണ്ട്. യവനൻ ഇങ്ങനെ നിശ്ചയിച്ചു. എന്താ നിശ്ചയിച്ചത്? വാസുദേവോ ഹി അയം പുമാൻ. അയം പുമാൻ വാസുദേവഃ ഹി. ഈ പുരുഷൻ തീർച്ചയായിട്ടും വാസുദേവൻ തന്നെയാണ് എന്ന് നിശ്ചയിച്ചു. എന്തുകൊണ്ട്? അടയാളങ്ങൾ, ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ അദ്ദേഹം ഓർത്തെടുത്തു. അത് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ലക്ഷണൈർനാരദ പ്രോക്തൈഃ. നാരദ പ്രോക്തൈഃ ലക്ഷണൈഃ. നാരദൻ കൃത്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാന്റെ.
അപ്പോൾ അങ്ങനെയുള്ള നാരദപ്രോക്തങ്ങളായ ലക്ഷണങ്ങളെ കൊണ്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ അദ്ദേഹം നോക്കി? ഒന്നല്ല രണ്ടല്ല, പല ലക്ഷണങ്ങളും നോക്കണം. അതാണ് ശ്രീവത്സലാഞ്ജന. ശ്രീവത്സം എന്ന അടയാളമുണ്ട് മാറി, ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക്. വേറെ ആർക്കും ഇല്ലാത്തതായിട്ടുള്ള വിശേഷമായിട്ടുള്ള മാർക്കാണത്. ശ്രീവത്സം എന്ന മറുക്. ശ്രീവത്സലാഞ്ജന ചതുർഭുജ. നാരദൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേര് ചതുർഭുജനാണെന്ന്. അപ്പൊ നാരദൻ പറഞ്ഞത് സത്യമാക്കണ്ടേ? അതിനായിരിക്കാം ഭഗവാൻ ഇപ്പൊ ചതുർഭുജനായിട്ട് തന്നെ ദ്വാരകയിൽ നിന്ന് ഇറങ്ങിയത്. ചതുർഭുജ, 4 കൈകളുള്ളവനാണ് വാസുദേവൻ. അരവിന്ദാക്ഷ, താമരക്കണ്ണനാണ്, സുന്ദരനാണ്, ഭീകരനൊന്നുമല്ല എന്ന് നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരവിന്ദാക്ഷനാണ്. വനമാലി, നല്ല താമരമാല ധരിച്ചവനാണ്, നല്ല പൂമാല ധരിച്ചവനാണ്, വനമാല ധരിച്ചവനാണ്. അതിസുന്ദര, അതിസുന്ദരനാണ് ഈ കൃഷ്ണൻ. അപ്പോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ കൊണ്ട് നാരദപ്രോക്തൈഹി ലക്ഷണൈഹി നാന്യോപവിതുമർഹതീതി നിശ്ചിത്യ, ഇത് വേറാരുമാവാൻ വഴിയില്ല. അന്യഹ ന ഭവിതുമർഹതി, ഇത് വേറൊരാളും അല്ല, ഇത് കൃഷ്ണൻ തന്നെ എന്ന് നിശ്ചയിച്ച്. മാത്രമല്ല ഇവിടെ ഭഗവാൻ എന്താ ചെയ്യണത്? നിരായുധ ചലൻ പദ്ഭ്യാം. പദ്ഭ്യാം ചലൻ, പാദങ്ങളെ കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെ? നിരായുധ, ആയുധങ്ങളില്ലാതെ. അപ്പൊ ആയുധങ്ങളില്ലാതെ സഞ്ചരിക്കുന്നവനായിട്ടുള്ള അവനെ കണ്ടപ്പോൾ യവനനും ഇത്തിരി പൗരുഷമുള്ള ആളാണ്, വീരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിശ്ചയത്തിൽ ഇതും കൂടി പെടുത്തി. എന്താ നിശ്ചയം? യോത്സ്യേ അനേന നിരായുധ. അനേന, ഇവനോട്, നിരായുധ യോത്സ്യേ, ആയുധമില്ലാതെ ഞാൻ യുദ്ധം ചെയ്യും. കാരണം അവന്റെ കയ്യിൽ ആയുധമില്ല. അപ്പൊ തന്റെ ശത്രുവിന്റെ കയ്യിൽ ആയുധമില്ലാതിരിക്കുമ്പോൾ താൻ ആയുധം കൊണ്ട് അവനെ ആക്രമിച്ചാൽ അത് യുദ്ധധർമ്മങ്ങൾക്ക് വിരുദ്ധമാണ്. തനിക്ക് കീർത്തിയൊന്നും കിട്ടില്ല, നാട്ടുകാർ തന്നെ ചീത്ത വിളിക്കും. നിരായുധനായ ഒരാളെ വെറുതെ കൊന്നു എന്നുള്ള ദുഷ്കീർത്തി തനിക്ക് വന്നു ചേരും. അത് തനിക്ക് സമ്മതമല്ല. താൻ ദിഗ്വിജയത്തിന് ഇറങ്ങിയ ആളാണ്. അപ്പൊ ശരിക്കും അയാൾ എങ്ങനെയാണോ അതുപോലെ നിരായുധനായിട്ട് തന്നെ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. യോത്സ്യേ അനേന നിരായുധ ഇതി നിശ്ചിത്യ, ഇങ്ങനെ നിശ്ചയിച്ച യവനഃ, ആ യവനൻ നിശ്ചയിച്ചു. പക്ഷെ നോക്കുമ്പോഴേക്ക് എന്താ? ഭഗവാൻ തിരിഞ്ഞ് നോക്കാതെ പോവണം. അതാണ് പ്രാദ്രവന്തം. പ്രാദ്രവന്തം പ്രദ്രവതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ദ്രവിക്കുന്നു, ഓടുന്നു എന്നർത്ഥം. അപ്പൊ പ്രാദ്രവന്തം, കുതിച്ച് ഓടുന്നവനും, പരാങ്മുഖം, തിരിഞ്ഞു നോക്കാതെ, അഭിമുഖമായി വരാതെ. അഭിമുഖത്തിന്റെ ഓപ്പോസിറ്റാണ് പരാങ്മുഖം. അപ്പൊ തന്റെ നേരെ നോക്കുക പോലും ചെയ്യാതെ, മുഖം മറച്ചുകൊണ്ടെന്ന പോലെ, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു നോക്കാതെ പരാങ്മുഖനായി ഓടുന്നവനായിട്ടുള്ള കൃഷ്ണനെ നോക്കി. അന്വതാവത് ജിഗൃക്ഷുഹു തം. ജിഗൃക്ഷുഹു, ജിഗൃക്ഷു എന്ന് പറഞ്ഞാൽ ഹരിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ഗ്രഹിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് എന്നർത്ഥമാണ് ജിഗൃക്ഷു. ജിഗൃക്ഷ എന്ന് പറഞ്ഞാൽ ഗ്രഹീതും ഇച്ഛ, പിടിക്കണം അവനെ എന്നുള്ള ഇച്ഛയോടുകൂടി, ഗ്രഹീതും ഇച്ഛയോടുകൂടി ജിഗൃക്ഷുവായിട്ട് തം അന്വതാവത്, അവനെ അനുധാവനം ചെയ്തു, അവന്റെ പുറകെ പാഞ്ഞു. വാസ്തവത്തിൽ അവൻ എങ്ങനെയുള്ളവനാണ്? യോഗിനാം അഭിദുരാപം, യോഗികൾക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്തവനാണ്. യോഗികള് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, അല്ലെ, അവനിൽ തന്നെ പ്രവേശിച്ച മനസ്സ് ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് പോലും ധ്യാനത്തിൽ പോലും കിട്ടുന്നില്ല. ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെ ധ്യാനത്തിൽ പിടിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഭഗവാനെ, ദുരാപനായിരിക്കുന്ന, യോഗികൾക്ക് ദുരാപനായിരിക്കുന്ന ഭഗവാനെ പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജിഗൃക്ഷുഹു അന്വതാവത്, അനുധാവനം ചെയ്തു എന്ന് പറയണം. എന്തായാലും ഭഗവാനെ കാണാനും ഭഗവാന്റെ പുറകെ ഓടാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെടാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ല. എന്തായാലും പിന്നാലെ ഓടുകയാണ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ഹസ്തപ്രാപ്തമിവാത്മാനം ഹരിണാസ പദേ പദേ നീതോ ദർശയതാ ദൂരം യവനേശോദ്രികന്ധരം. ഹസ്തപ്രാപ്തമിവാത്മാനം ഹരിണാസ പദേ പദേ നീതോ ദർശയതാ ദൂരം യവനേശോദ്രികന്ധരം. ഭഗവാൻ എന്ത് ചെയ്യും? ഇവൻ
പിന്തിരിഞ്ഞ് ഓടാതിരിക്കാൻ വേണ്ടി. തന്നെ കിട്ടില്ല എന്ന് തോന്നിയാൽ നിരാശനായി മടങ്ങും. അത് പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? പിടിച്ചോ എന്ന മട്ടില്, അല്പം പിടികൊടുക്കുന്നത് പോലെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് ഭഗവാൻ ഓടിക്കൊണ്ടിരിക്കും. അതാണ് ആത്മാനം ഹസ്തപ്രാപ്തം ഇവ. ആത്മാനം തന്നെ ഹസ്തപ്രാപ്തി, ഇതാ കയ്യിൽ കിട്ടി എന്ന പോലെ. അതുപോലെ ഹരിണ, ആ ഭഗവാനാൽ ഹരിയാൽ സഹ പതേ പതേ നീതഃ, അവൻ ഓരോ അടിയിലും നയിക്കപ്പെട്ടു. അപ്പൊ ഓരോ അടിയും അവൻ വെക്കുന്നത് ഇതാ കിട്ടി ഇതാ കിട്ടി ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പുറകെ പായുകയാണ്. എന്നാ ഭഗവാൻ പിടി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവന് നിരാശയും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ കിട്ടും എന്നുള്ള പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ട്. ഒരിക്കലും അവനെ പിന്തിരിയാനുള്ള അവസരം കൊടുക്കുന്നില്ല. കിട്ടില്ല എന്ന് മനസ്സിലായാൽ പിന്തിരിയും. അത് പറ്റില്ല, അവനെ കൊണ്ടുപോകണം. അപ്പൊ ഭഗവാൻ ഇവൻ നിരായുധനാണ് എന്നുള്ളത് ഉറപ്പുണ്ട്, ആയുധം കൊണ്ടൊന്നും പ്രയോഗിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവനെ കളിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ പിടികൊടുക്കുന്നത് മാതിരി തൊട്ടു തൊട്ടില്ല എന്നുള്ള മാതിരി ഓരോ പദത്തിലും പിടികൊടുക്കും പോലെ പോയി. എന്നിട്ടോ നീതോ ദർശയതാ ദൂരം, വളരെ ദൂരത്തിലേക്ക് നീതഃ പ്രാപിപ്പിക്കപ്പെട്ടു. തന്നെ ദർശയത, അടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്നാ പിടിച്ചോ എന്നുള്ള മട്ടിൽ പിടികൊടുക്കുന്നത് പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് സഹ യവനേശ, ആ യവനേശൻ എവിടേക്ക് നയിക്കപ്പെട്ടു? അദ്രികന്ധരം നീതഃ. അദ്രികന്ധരം പർവ്വതത്തിന്റെ ഗുഹ. അപ്പൊ അദ്രി പർവ്വതം, കന്ധരൻ ഗുഹ. ആ പർവ്വത ഗുഹയിലേക്ക്, വളരെ ദൂരത്തുള്ള ഒരു പർവ്വതത്തിലേക്കാണ് ഭഗവാൻ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് അവനെ പിടികൊടുക്കും പോലെ കൊണ്ടുപോയി നയിച്ചത്. അവിടെ എത്തിയപ്പോഴോ അത് ഇരുട്ടടഞ്ഞ ഒരു ഗുഹയായിരുന്നു. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ യവനൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഭഗവാനെ. പലായനം യതുകുലേ ജാതസ്യ തവനോചിതം ഇതി ക്ഷിപൻ അനുഗതോ നൈനം പ്രാപാഹതാശുഭഃ. പലായനം യതുകുലേ ജാതസ്യ തവനോചിതം ഇതി ക്ഷിപൻ അനുഗതോ നൈനം പ്രാപാഹതാശുഭഃ. ഭഗവാനെ നിന്ദിച്ചുകൊണ്ട്, ശകാരിച്ചുകൊണ്ട് പറയണം, യദുകുലേ ജാതസ്യ തവ പലായനം ന ഉചിതം. ഇത് നിനക്ക് ചേർന്നതല്ല. നീ എവിടെ ജനിച്ചവനാണ്? യദുകുല ജാതനാണ്. അപ്പൊ യദുകുലത്തിൽ ജാതനായിട്ടുള്ള നിനക്ക് ഈ പലായനം, ഈ ഓടിപ്പോക്ക്, പരാജയപ്പെട്ടവനെ പോലെ, ഭീരുവിനെ പോലെ ഓടിപ്പോകുന്നത് ന ഉചിതം, ഉചിതമായിട്ടുള്ളതല്ല. നിന്റെ പൂർവീകരായിട്ടുള്ള യാദവന്മാരൊക്കെ കേമന്മാരുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീത ഓടുന്നത്. ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഭഗവാനോട് പറയുകയാണ്. അപ്പോ ഇതി ക്ഷിപൻ, ഇങ്ങനെ ക്ഷേപിച്ചുകൊണ്ട്, ക്ഷേപിക്കുക, ആക്ഷേപിക്കുക, നിന്ദിക്കുക. അനുഗതഃ, ഭഗവാന്റെ പുറകെ പോയി. നൈനം പ്രാപ, എന്നാൽ ഏനം ന പ്രാപ, ഭഗവാനെ പ്രാപിച്ചില്ല, പിടിക്കാൻ കിട്ടിയില്ല. എന്തുകൊണ്ട്? അഹത അശുഭ. അഹത അശുഭ, അദ്ദേഹത്തിന്റെ അശുഭങ്ങൾ അഹതമാണ്. എന്ന് വെച്ചാലോ, അദ്ദേഹം ചെയ്തിട്ടുള്ള പാപങ്ങൾ തീർന്നിട്ടില്ല. പാപം തീർന്നാലേ ഭഗവാനെ പിടികിട്ടുള്ളൂ. ആർക്കും അതെ, അല്ലേ? നമ്മളും അതെ, ഭഗവാനെ പിടിക്കാനായിട്ട് ഓടിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഭഗവാനെ പിടികിട്ടുന്നില്ല? നമ്മുടെ ചിത്തശുദ്ധി വേണ്ടത്ര വന്നിട്ടില്ല. നമ്മുടെ കർമ്മവാസനകൾ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇതെല്ലാം പോയി ചിത്തശുദ്ധി വന്നാലേ ഭഗവാനെ പിടികിട്ടുള്ളൂ. ശുദ്ധമായ ചിത്തം കൊണ്ടേ ഭഗവാനെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവന്റെയും പാപം ക്ഷയിക്കാത്തതുകൊണ്ട് എത്ര ദൂരം ഭഗവാന്റെ പുറകെ ഓടിയിട്ടും ഭഗവാനെ പിടികിട്ടിയില്ല അവന്. അഹത അശുഭ. ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാവിശദ്ഗിരികന്ധരം സോപി പ്രവിഷ്ടസ്തത്രാന്യം ശയാനം ദദൃശേ നരം. ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാവിശദ്ഗിരികന്ധരം സോപി പ്രവിഷ്ടസ്തത്രാന്യം ശയാനം ദദൃശേ നരം. ഏവം ക്ഷിപ്തോപി, ഇപ്രകാരം ക്ഷേപിച്ചിട്ടും, അധിക്ഷേപിക്കപ്പെട്ടവനായിരുന്നിട്ടും ഭഗവാൻ ഗിരികന്ധരം പ്രാപിച്ചത്. ഭഗവാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ താൻ എന്തുദ്ദേശിച്ചു അത് ചെയ്തു. എന്താണ്? ആ പർവ്വത ഗുഹയിലേക്ക് പ്രവേശിച്ചു. പർവ്വത ഗുഹയിലേക്ക് ഭീരുവിനെ പോലെ ഓടിക്കയറി.
അങ്ങനെ പ്രവിഷ്ട സഹ അപി തത്ര ശയാനം അന്യം നരം ദദൃശേ. പ്രവിഷ്ട സഹ എന്ന് പറഞ്ഞാലോ അവിടെ പ്രവേശിച്ച അവനും, അവനാരാ? യവനൻ. ആ യവനനും എന്ത് കണ്ടു? തത്ര ശയാനം അന്യം നരം, അവിടെ ശയിക്കുന്ന മറ്റൊരു പുരുഷനെ ദദൃശേ കണ്ടു. അത് മറ്റൊരു പുരുഷനാണെന്ന് അറിഞ്ഞിട്ടല്ല, ഇരുട്ടത്തൊരു പുരുഷൻ കിടക്കുന്നത് കണ്ടു. അത് അന്യപുരുഷനാണ്. ആ പുരുഷനെ ആര് കണ്ടു? ഇദ്ദേഹം കണ്ടു. എന്നിട്ട് അവൻ ചിന്തിക്കുന്ന വാക്കുകളാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നന്വസൗ ദൂരമാനീയശ്ചേതേ മാമിഹ സാധുവത് ഇതി മത്വാച്യുതം മൂഢഃ തം പദാ സമതാടയത്. നന്വസൗ ദൂരമാനീയശ്ചേതേ മാമിഹ സാധുവത് ഇതി മത്വാച്യുതം മൂഢഃ തം പദാ സമതാടയത്. അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുന്ന എന്താണ്? അസൗ മാം ദൂരമാനീയ, ഇവൻ ഈ കള്ളൻ എന്നെ ഇത്രയും ദൂരം ഓടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണു? ഇഹ സാധു അത് ശേതേനു, ഇവിടെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് മര്യാദക്കാരനെ പോലെ ശയിക്കുന്നു, ഉറങ്ങുന്നു. കള്ളൻ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതി മത്വ എന്നാണ്. ഇതി ഇങ്ങനെ മത്വ ചിന്തിച്ചുകൊണ്ട്, തം അച്യുതം മത്വ അവനെ അച്യുതൻ എന്നും കരുതിയിട്ട്. അപ്പൊ താൻ ഓടിച്ചു വന്ന അച്യുതനാണ് ഈ കിടക്കുന്ന പുരുഷൻ എന്ന് അന്യപുരുഷനെ നോക്കി, അല്ലെ, അന്യപുരുഷന്റെ മേലെ അച്യുതനെ ആരോപിച്ചു. നമ്മളൊക്കെ അച്യുതനെ മാറ്റി അന്യപുരുഷന്മാരെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിപരീതമായിട്ടൊരു കാര്യം ചെയ്തു. അവന്റെ ഒരു ഭാഗ്യം. അച്യുതനാണെന്ന് കരുതി, ഈശ്വരനാണെന്ന് കരുതിക്കൊണ്ട് മറ്റൊരാളെ അവൻ എന്ത് ചെയ്തു? മൂഢനായ ബുദ്ധിഹീനനായിട്ടുള്ള അവൻ പദാ സമതാടയത്, പാദം കൊണ്ട്, കാൽ കൊണ്ട് സമ്യക് അതാടയത്, നല്ലൊരു ചവിട്ടി. അമ്പട കള്ള, ഇവിടെ എന്നെ പറ്റിച്ച് ഇരുട്ടത്ത് വന്ന് ഒന്നും അറിയാത്ത മര്യാദക്കാരനെ പോലെ കിടക്കുകയാണോ എന്ന് പറഞ്ഞ് അച്യുതനാണെന്ന് വിചാരിച്ചുകൊണ്ട് അച്യുതനെ ചവിട്ടും പോലെ ഒന്ന് ചവിട്ടി. ആരെ ചവിട്ടി? കിടക്കുന്ന ആളെ, അന്യപുരുഷനെ ചവിട്ടി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ മറിഞ്ഞിരിപ്പുണ്ട് ഗുഹയിൽ. സർവജ്ഞനായ ഭഗവാന്, സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന് ആ ഗുഹയിൽ എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കാൻ സ്ഥലമുണ്ട് എന്നറിയാം. അതുകൊണ്ട് ഭഗവാൻ എവിടെയോ മറിഞ്ഞിരുന്നു. ഈ കിടക്കുന്ന ആള് ഭഗവാനാണെന്ന് ധരിച്ചു. സൗത്ഥായ ചിരം സുപ്തഃ ശനൈരുന്മീല്യലോചനെ ദിശോ വിലോകയൻ പാർശ്വേ തമദ്രാക്ഷീദവസ്ഥിതം. സൗത്ഥായ ചിരം സുപ്തഃ ശനൈരുന്മീല്യലോചനെ ദിശോ വിലോകയൻ പാർശ്വേ തമദ്രാക്ഷീദവസ്ഥിതം. ചിരം സുപ്തഃ സഹ ഉത്ഥായ, വളരെ കാലമായി ഉറങ്ങിക്കൊണ്ടിരുന്നവനായിട്ടുള്ള അവൻ ഉത്തായ എഴുന്നേറ്റു. ചവിട്ടുകൊണ്ടപ്പോ ആ കിടക്കുന്ന പുരുഷൻ എഴുന്നേറ്റു. എന്നിട്ടോ ശനൈഹി ലോചനെ ഉന്മീല്യ, പതുക്കെ ആ ഉറക്കത്തിൽ നിന്ന് കണ്ണുകൾ തുറന്നു. ലോചനെ, രണ്ട് കണ്ണുകളും, ഉന്മീല്യ തുറന്നു. ലോചനെ എന്ന് പറഞ്ഞാൽ ലോചനെ, രണ്ട് കണ്ണുകളെ തുറന്നുകൊണ്ട്, ദിശഃ വിലോകയൻ, എല്ലാ ഭാഗത്തും ഒന്ന് നോക്കി. ഇരുട്ടത്തുനിന്ന് കണ്ണു തുറക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് കാണില്ല, എന്നാലും ഒന്ന് നല്ലോണം നോക്കിയപ്പോഴോ പാർശ്വേ അവസ്ഥിതം തം അദ്രാക്ഷീത്, തന്റെ സമീപത്ത് നിൽക്കുന്ന അവനെ, തം ആരെ? യവനനെ, അദ്രാക്ഷീത് ദൃഷ്ടിക്ക് വിഷയമാക്കി ദർശിച്ചു. അപ്പൊ യവനനെയാണ് ഇയാൾ കണ്ണു തുറന്നതും കണ്ടത്. അപ്പൊ എന്ത് സംഭവിച്ചു? സദാവത്തസ്യ രുഷ്ടസ്യ ദൃഷ്ടിപാദേന ഭാരത ദേഹജേനാഗ്നിനാ ദഗ്ധോ ഭസ്മസാദഭവക്ഷണാത്. സദാവത്തസ്യ രുഷ്ടസ്യ ദൃഷ്ടിപാദേന ഭാരത ദേഹജേനാഗ്നിനോ ദഗ്ധോ ഭസ്മസാദഭവക്ഷണാത്. അപ്പോ എന്ത് സംഭവിച്ചു? ഹേ ഭാരത, അല്ലയോ പരീക്ഷിത് രാജാവേ, കഥ കേൾക്കൂട്ടോ. രുഷ്ടസ്യ തസ്യ ദൃഷ്ടിപാദേന, രോഷത്തോടുകൂടി, തന്നെ ഉണർത്തിയവൻ ആരാണ് എന്നുള്ള ദേഷ്യത്തോടുകൂടി, തസ്യ ദൃഷ്ടിപാദേന, അവന്റെ കണ്ണുകൾ, ആ കിടന്നിരുന്ന ആളുടെ കണ്ണുകൾ
ഈ തന്നെ ഉണർത്തിയ ആളുടെ മേലെ പതിച്ചു. അപ്പോ ആ ദേഹചേന, ആ ദൃഷ്ടിപാതത്താൽ ഇവന്റെ ദേഹത്ത് നിന്ന് തന്നെ ജനിച്ചു. ആരുടെ? ഈ യവനന്റെ ദേഹത്ത് തന്നെ അഗ്നി ഉണ്ടായി. അങ്ങനെയുള്ള അഗ്നിന സഹതാവക്ഷണാഗ് ദഗ്ധ ഭസ്മസാദവത്. അവൻ ആ ക്ഷണത്തിൽ തന്നെ പെട്ടെന്ന് ദഹിച്ചു, ഭസ്മമായി, ചാരമായി തീർന്നു. അപ്പോ യവനൻ ചാരമായി തീർന്നു ഈ കിടക്കുന്ന ആളുടെ ദൃഷ്ടി കൊണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ പരീക്ഷിത്ത് രാജാവിന് സംശയം, ആരാണ് എന്നുള്ളത്. അങ്ങനെ കിടക്കുന്ന ആളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. അതിന് ശ്രീശുക ബ്രഹ്മർഷി അതാരാണ് എന്നുള്ള സസ്പെൻസ് വെളിവാക്കുന്നു. നമുക്ക് കഥയൊക്കെ അറിയാം, സസ്പെൻസ് ഒന്നുമില്ല. നമ്മൾ ഇഷ്ടം പോലെ സപ്താഹങ്ങളും എല്ലാം കേട്ടവരാണ്. അപ്പം നമുക്ക് വൈകുന്നേരം ഈ സസ്പെൻസ് കേൾക്കാം. ഇതുവരെ കേട്ടില്ലാത്തവർക്ക് വൈകുന്നേരം 6:45 നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരം നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.